നമസ്കാരം. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് താഴേക്കാണ്. ഒടുവിൽ അത് സമ്മതിച്ച് കേന്ദ്ര സർക്കാരും കണക്ക് പുറത്തുവിട്ടു. കഴിഞ്ഞ വർഷം 8% വളർന്ന ഇന്ത്യ ഈ വർഷം 6.4% മാത്രമായിരിക്കും വളരുക. രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികൾ ഒക്കെ പറഞ്ഞിരുന്ന കാര്യമാണ് ഒടുവിൽ കേന്ദ്ര സർക്കാരും സമ്മതിച്ചത്. എന്ന് പറഞ്ഞാൽ ചൈന ഈ വർഷം ഓരോ 9 ലക്ഷം കോടി ഡോളറും GDP-യിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ത്യ അധികമായി ചേർക്കുന്നത് 2.5 ലക്ഷം കോടി ഡോളർ മാത്രമായിരിക്കും. കണക്കിൽ ചൈനയുടെ വളർച്ചാ നിരക്ക് 4.8% മാത്രവും ഇന്ത്യയുടേത് 6.4% ഉണ്ടെന്ന് മറക്കരുത്. ശതമാന കണക്ക് മാത്രം ജനങ്ങളോട് പറയുന്ന സർക്കാരും മുഖ്യധാരാ മാധ്യമങ്ങളും ചെയ്തിരുന്ന കൊടും ചതി കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് പുറത്തുവിട്ടിരിക്കുന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയം തന്നെയാണ്. എന്താണ് ഈ കണക്ക് സാധാരണക്കാരന് നൽകുന്ന പാഠം? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കീശ കീറി ജനം, കാൽക്കാശില്ലാതെ കേന്ദ്രം. ആദ്യം ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളിലേക്ക്. രാജ്യത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ കണക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ 7 പ്രധാന കാരണങ്ങൾ അക്കമിട്ട് തന്നെ പറയുകയാണ്. 1. വ്യവസായികൾ പണം ചെലവഴിക്കുന്നത് വെട്ടിക്കുറച്ചു. 2. ജനം സാധനങ്ങൾ വാങ്ങുന്നതിന് പണം ചെലവഴിക്കുന്നതിൽ വലിയ കുറവുണ്ടായി. 3. വിലക്കയറ്റം ചരിത്രത്തിലെ ഉയർന്ന നിലയിലെത്തി. 4. ശമ്പളം വലിയ തോതിൽ താഴ്ന്നു. 5. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ലാഭം കുത്തനെ ഇടിഞ്ഞു. 6. ഓഹരി വിപണിയിൽ നിന്ന് ചൂതാട്ടക്കാരല്ലാത്ത നിക്ഷേപകർ വലിയ തോതിൽ പിൻവാങ്ങി. 7. രൂപയുടെ മൂല്യം 85 രൂപ 87 പൈസ എന്ന് തറതൊട്ടു. ഈ 7 കാരണങ്ങൾക്കും കൃത്യമായ കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിലുണ്ട്. ഓഹരി വിപണിയുടെ കാര്യം തന്നെ എടുക്കാം. സെൻസെക്സിലൊക്കെ 200 പോയിന്റ് കൂടുമ്പോഴേക്കും വലിയ കയറ്റം എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ തലക്കെട്ടടിക്കാറുണ്ട്. വീഴ്ച വലിയ തോതിൽ വാർത്തയാകാറുമില്ല. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സെൻസെക്സിൽ ഉണ്ടായ കുറവ് 9%. ഈ വിവരം ഏതെങ്കിലും ദേശീയ മാധ്യമം പറഞ്ഞു? സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധൻ അറിയിച്ചു? ഇന്ത്യ ഇപ്പോൾ കോവിഡ് കാലത്തിന് മുമ്പുള്ള നിലയിലേക്കാണ് വളർച്ചാ നിരക്കിൽ വീണിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 8.2% വളർച്ച ഫലത്തിൽ 2% കുറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1.8% കുറഞ്ഞു. വളർച്ചാ നിരക്കിൽ ത്രൈമാസത്തിൽ 0.5% കുറഞ്ഞാൽ തന്നെ വലിയ ഭീഷണി എന്നാണ് കണക്കാക്കുന്നത്. ഇത് 2% കുറവാണ്. വൈദ്യുതി ഉപഭോഗം മാത്രം നോക്കുക. മുൻവർഷം 9.2% വളർച്ച. ഇപ്പോഴത്തെ കണക്കിൽ 5.8% മാത്രമാണ്. സ്വകാര്യ നിക്ഷേപത്തിലെ വളർച്ച കഴിഞ്ഞ വർഷം 9% ഈ വർഷം അത് 6.4% കുറഞ്ഞു. ഉൽപാദനമാണ് നമ്മുടെ GDP-യുടെ 17% വരുന്നത്. കഴിഞ്ഞ വർഷം 9.9% വളർന്നെങ്കിൽ ഈ വർഷം 5.3% മാത്രം. നിർമ്മാണ മേഖലയിലെ വളർച്ചയും 1.5% കുറഞ്ഞു. ഇത് സാധാരണക്കാരന് നൽകുന്ന പാഠം എന്താണ്? സ്വകാര്യ നിക്ഷേപത്തിലെ വളർച്ച 5.8% കുറഞ്ഞു എന്ന ഒറ്റ വിവരം മതി സാധാരണക്കാരന്റെ കീശ കീറും എന്ന് തിരിച്ചറിയാൻ. രാജ്യത്ത് ഇപ്പോൾ പദ്ധതികളുടെ 90% സ്വകാര്യ മേഖലയിലാണ്. സ്വകാര്യ മേഖല മുടക്കുന്ന കാശ് കുറഞ്ഞാൽ പണിയില്ലാതാകുന്നത് സാധാരണക്കാരനാണ്. അതിന്റെ അടുത്ത സൂചനയാണ് മാനുഫാക്ചറിംഗ് വളർച്ച 2.5%-ലേറെ കുറഞ്ഞ് 6.4 അതായത് ഉൽപാദനത്തിൽ വളർച്ച ഇല്ല, എന്നാൽ തൊഴിൽ കുറയുന്നു എന്നാണ്. അതുതന്നെയാണ് കൺസ്ട്രക്ഷൻ അഥവാ കെട്ടിട നിർമ്മാണ മേഖലയിലെ 1.5% കുറവും അർത്ഥമാക്കുന്നത്. രാജ്യത്തെ 20%-നും തൊഴിൽ നൽകുന്നത് നിർമ്മാണ മേഖലയും അതോട് അനുബന്ധിച്ചുള്ള വ്യവസായങ്ങളുമാണ്. രാജ്യത്തിന്റെ വളർച്ച താഴ്ന്നു എന്ന് കണക്ക് പ്രധാനമന്ത്രിയെയും ഭരിക്കുന്ന പാർട്ടിയെയും മേനി പറയുന്നതിൽ നിന്ന് തടയും. പ്രതിപക്ഷ വിമർശനത്തിന് കരുത്തുകൂടുകയും ചെയ്യും. അതിനെല്ലാം അപ്പുറം ഈ കണക്ക് പറയുന്ന ഒരു മഹാസത്യമുണ്ട്. രാജ്യത്തെ സാധാരണക്കാർ കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ആ കണക്കുകൾ വിളിച്ചു പറയുന്നത്. സ്ഥിരം ശമ്പളക്കാർക്ക് മാത്രമേ ഇപ്പോൾ കൃത്യമായ വരുമാനമുള്ളൂ. അന്നത്തേക്കുള്ളത് അന്ന് നയിച്ചുണ്ടാക്കേണ്ടവർ ചക്രശ്വാസം വലിക്കുകയാണ്. ആഴ്ചയിൽ 6 ദിവസം പോയിട്ട് 2 ദിവസം പോലും പണി കിട്ടാത്തവരാണ്
വഴിയിലിറങ്ങിയാൽ കണ്ടുമുട്ടുന്ന 10-ൽ 7 കൂലിപ്പണിക്കാരും. ദിവസം ഇന്ധനമടിച്ച് വണ്ടിയുടെ തിരിച്ചടവിനുള്ള വിഹിതവും കഴിഞ്ഞാൽ 200 രൂപ പോലും ബാക്കി വരാത്തവരാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ. ഇന്ത്യയെ വികസിത രാഷ്ട്രം ആക്കും എന്ന പ്രഖ്യാപനം പ്രത്യാശ നൽകുന്നതാണ്. അതിലേക്ക് ഇനിയുമേറെ ദൂരം ഓടാനുണ്ട് എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. കണക്കുകൾ എത്ര മറച്ചുവെച്ചാലും അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ പുറത്തു വിടുക തന്നെ വേണ്ടിവരും. നരേന്ദ്രമോദി സർക്കാർ 10.5 വർഷം മുമ്പ് വന്നതിന് ശേഷം വളർച്ച കുറഞ്ഞു എന്ന കണക്ക് പുറത്തു വന്നത് കോവിഡ് കാലത്ത് മാത്രമാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം 1% മാത്രം വളർന്ന ഘട്ടത്തിലും 8% മുകളിലുള്ള വളർച്ചയുടെ കണക്കുകളാണ് ഇവിടെ നിന്നും പുറത്തു വന്നത്. സത്യമറിയാൻ വഴിയിലിറങ്ങി 4 പേരോട് ചോദിക്കുക തന്നെ വേണം. 2019 കോവിഡിന് മുമ്പ് ഒരാഴ്ച കിട്ടിയിരുന്ന വരുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന ഒറ്റ ചോദ്യം ചോദിക്കുക. ദിവസക്കൂലി 800-ൽ നിന്ന് 900 മുതൽ 1000 ആയിട്ടുണ്ട്. എന്നാൽ ആഴ്ചയിൽ 6 ദിവസവും പണി എന്നത് 2-3 ദിവസം എന്ന നിലയിലേക്ക് താഴ്ന്നു. സ്വന്തം വളർച്ചാ നിരക്ക് വട്ടപൂജ്യമാണെന്ന് ഈ കണക്കൊന്നും പുറത്തു വന്നില്ലെങ്കിലും ജനത അറിയുന്നുണ്ട്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.